السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. റമദാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയ ഒരു മഴ പോലെയാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത്. വറ്റി വരണ്ട കൽബുകളിലേക്ക് പെയ്തിറങ്ങിയ ഒരു മഴ. അത് നമുക്ക് നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് നന്മകളും നൽകുകയുണ്ടായി. നമുക്ക് റമദാൻ ഒരു വ്രതമായിരുന്നില്ല, നോമ്പായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ സ്കൂളായിരുന്നു, പാഠശാലയായിരുന്നു. നമുക്ക് നൽകിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിശപ്പും ദാഹവും സഹിച്ചു. അതാണ് നമ്മൾ അനുഭവിച്ച ഒന്നാമത്തെ കാര്യം. ഏത് പ്രതിസന്ധിയിലും പതറാതെ നിൽക്കാൻ എനിക്കാവുമെന്നതാണ് യഥാർത്ഥത്തിൽ അത് നമ്മെ പഠിപ്പിച്ചത്. അതിനു വേണ്ടി തന്നെയാണ് നമ്മളോട് ഭക്ഷണവും പാനീയവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതുപോലെ നമുക്ക് റമദാനിൽ അനുഭവപ്പെട്ട ഒന്ന് എല്ലാം റബ്ബിലുണ്ട് എന്ന ചിന്തയാണ്. നമ്മൾ വല്ലാതെ റബ്ബിലേക്ക് നമ്മുടെ കൈകൾ ഉയർത്തി. എല്ലാം റബ്ബിലുണ്ട് എന്ന ചിന്ത അതൊരു വല്ലാത്ത ആശ്വാസമാണ്. എനിക്ക് ആസ്പദമാക്കാൻ, എനിക്ക് മടങ്ങിച്ചെല്ലാൻ, എനിക്ക് വിശ്വസിക്കാൻ ഒരു ശക്തിയുണ്ട് എന്നത്. നോക്കൂ, ആ ഒരു ചിന്ത കൊണ്ടാണ് ആ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ഈ നോമ്പുകാലം ഭംഗിയാക്കിയത്. ഒരുപാട് പിടിച്ചുവെക്കലുകളിലൂടെയാണ്. സൗം എന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ചുവെക്കലാണ്. ഒരുപാട് പിടിച്ചുവെക്കലുകളിലൂടെയാണ് നാം അത് ചെയ്തത്. അത് എല്ലാം റബ്ബിലുണ്ട് എന്ന ആശ്വാസം കൊണ്ട്, റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചു. അതാണ്. അതുപോലെ മൂന്നാമതായി നമ്മൾ ശീലിച്ച ഒന്ന്, സങ്കടങ്ങളും ആവലാദികളും റബ്ബിനോട് മാത്രം പറയാനുള്ള ഒരു ശീലം ജീവിതത്തിൽ നമുക്കുണ്ടായി റമദാനിൽ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഭാരം കുറഞ്ഞതുപോലെ നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഒരുപാട് ഭാരങ്ങളുമായിട്ടായിരുന്നു നമ്മൾ റമദാനിലേക്ക് വന്നത്. താങ്ങാനാവാത്ത ഭാരം. ആ ഭാരമൊക്കെ ഒരു താഴെ വെച്ച പ്രതീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലദീ അൻഖദ ലഹ്റക്. നബിക്ക് കൊടുത്ത ഭാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നബിയെ, നിങ്ങളുടെ മുതുകൊടിയാവുന്ന ഭാരം, ആ ഭാരമാണ് അല്ലാഹു സത്യത്തിൽ ഈ റമദാനിലൂടെ നമുക്ക് ഇറക്കി വെച്ച് തന്നത്. അതുപോലെ ഒരു മനോഹരമായ കല നാം ശീലിച്ചു. നബിയുടെ ജീവിത രീതി അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതായിരുന്നു.
ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഭക്ഷണങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉള്ളവരായിരുന്നു നമ്മളൊക്കെ. അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, എല്ലാ കണ്ടീഷൻസും നമുക്കില്ലാതെയായി. എന്താണോ കിട്ടുന്നത് അത് മതി. അതിൽ വല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ, തർബിയത്ത് നൽകാൻ ഒരുപാട് പരിശ്രമിച്ച ഒരു വിഷയമായിരുന്നു അത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സഹാബത്തിന് ഒരു പ്രാർത്ഥന, അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം എപ്പോഴും. റബ്ബി ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലി ഫീമാ അഅതൈതനി. റബ്ബി ഖന്നിഅനി ബിമാ റസഖ്തനി, റബ്ബേ നീ നൽകിയതിൽ എന്നെ നീ തൃപ്തിപ്പെടുത്തണം. അതൊരു വലിയ സംഭവമാണ്. അത് നമ്മൾ ഈ റമദാനിൽ മാത്രമോ റമദാനിലെ ഭക്ഷണശീലത്തിലോ ഒന്നും മാത്രമല്ല ഉണ്ടാകേണ്ടത്, എല്ലായിടത്തും ജീവിതത്തെ തന്നെ മാറ്റും. അത് ഖനാഅത്ത് എന്ന് പറഞ്ഞ സ്വഭാവം. എന്താണോ റബ്ബ് നൽകിയത് അതെന്തായാലും, അത് ഭക്ഷണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കെന്താണോ റബ്ബ് വീതിച്ച് തന്നിട്ടുള്ളത്, റബ്ബിൻ്റെ വീതമാണ് ഇത്. റബ്ബാണ് വിഹിതം വെച്ചത്. നഹ്നു ഖസംനാ ബൈനക്കും മഈശത്തുഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ ജീവിതത്തിലെ മഈശത്ത് പോലും എൻ്റെയും നിങ്ങളുടെയും ഒന്നും സാമർഥ്യമല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മുടെ റിസ്ക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മഹാ അത്ഭുതമാണ്. ഖുർആൻ 2 തരം റിസ്ക്കിനെ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് റിസ്ഖുൻ വഹബിയാണ്, രണ്ടാമത്തേത് റിസ്ഖുൻ കസ്ബിയാണ്. റിസ്ഖുൻ വഹബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്നതാണ് ആ റിസ്ഖ്. ഭയങ്കര അത്ഭുതമാണ് സത്യത്തിൽ. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾ ചില പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഹബ് എന്നാണ്ടാകുക. ഹബ് വഹബയിൽ നിന്നാണ്. വഹബ എന്ന വെർബിൻ്റെ കൽപ്പനക്രിയയാണ് ഹബ്. വഹബ, ഹബ്. വഹാബ് എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണല്ലോ. കുറേ പ്രാർത്ഥന ഉണ്ട്. ആ ഹബ്ബുള്ള പ്രാർത്ഥനയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. അത് എന്ത്? വഹബ എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്. നമുക്ക് അതിലൊന്നുമില്ല, ഒരു പങ്കുമില്ല നമുക്ക്. അതിൽപ്പെട്ടതാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ്. അത് പറഞ്ഞോട് തന്നെ പറഞ്ഞു യഹബു ലിമൻ യശാഉ ഇനാസൻ. നോക്കൂ, യഹബു ലിമൻ യശാഉ ഇന. അള്ളാഹു ഗിഫ്റ്റായി നൽകും. അവനുദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികൾ നൽകും, അവനുദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികൾ നൽകും. ചിലർക്ക് മിക്സ് ചെയ്ത് നൽകും, ചിലർക്ക് ഒന്നും കൊടുക്കാതെ ഇരിക്കും. അവിടെയൊക്കെ യഹബു എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ ശേഷം വഹാബ് എന്ന ആ പേരും അള്ളാഹുവിൻ്റെ ഹിബത്തും ഗിഫ്റ്റും അത് നമ്മളെ വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് യാ വഹാബ് എന്ന് പറഞ്ഞ് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ കഴിയണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. എവിടുന്ന് കിട്ടും? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് നിർമ്മിക്കാൻ പറ്റൂല, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഹബ് ലനാ എന്ന് അള്ളാഹു അവിടെ ഉപയോഗിച്ചത്. അതാണ് ഒന്നാമത്തേത്. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ഈ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെയുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ റബ്ബിൻ്റെ ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ചെലവഴിച്ചാലും നിങ്ങൾക്ക് അത്തരം ഒരു അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, രണ്ടാമത്തേതാണ് റിസ്ഖുൻ കസ്ബി. അതൊരുപാട് സ്ഥലത്ത് കാണാം. കസബ എന്ന് പറഞ്ഞ പ്രയോഗം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. കസബ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഭയങ്കര അത്ഭുതമാണ് ശരിക്കും. അതിൽ മനുഷ്യന് റോളുണ്ട് എന്നർത്ഥം. മനുഷ്യന് ചില റോളുകളുണ്ട് അതിൽ. അപ്പം അതിൽപ്പെട്ടതാണ് നമ്മുടെ അധ്വാനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ അങ്ങനത്തെ ഉള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ. നമ്മുടെ ജോലി, ഇതൊക്കെ കസ്ബിയാണ്. ഇത് രണ്ടും, ഞാനിത് പറഞ്ഞത് റിസ്ഖിനെ കുറിച്ച് പറയാൻ. 2 തരം റിസ്ഖുകളെ ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. ഇത് രണ്ടായാലും രണ്ടിലും നമുക്ക് എന്തുണ്ടാകണം? ഖനാഅത്ത് ഉണ്ടാകണം.
അതാണ് ഈ റമദാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സംഗതി. ഞാനതിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വലിയ ആളുകളൊക്കെ നോമ്പ് തുറക്കുന്നത് ഞാൻ കണ്ടു. എന്താണോ കിട്ടിയത് അതുകൊണ്ടാണ് തുറന്നത്. നോമ്പ് നോറ്റതും അങ്ങനെയാണ്. എന്താണോ കിട്ടിയത് അതുകൊണ്ടാണ്. വല്ലാത്തൊരത്ഭുതം സത്യത്തിൽ. അത് ശരിക്കും നമുക്ക് റമദാൻ നൽകിയ ഒരു സംഗതി. അത് നമുക്ക് ശീലമാക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് നിരാശ വരില്ല, ദേഷ്യം വരില്ല, കോപം വരില്ല, വെറുപ്പ് വരില്ല, ഒന്നും വരില്ല. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. അതുപോലെ റമദാൻ നമുക്ക് നൽകിയ മറ്റൊരു വലിയ ഗുണമാണ് നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു. അതൊരു വലിയ സംഭവമാണ്. നമ്മളെപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കല്ലാഹു ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പാവങ്ങളെ കണ്ടു റമദാനിൽ. പട്ടിണി പാവങ്ങളെ, രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരെ, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് റമദാനിൽ ഉണ്ടായിട്ടുണ്ടാകും. സ്വാഭാവികമാണത്. അപ്പോഴാണ് ശരിക്കും നമ്മളിലേക്ക് നോക്കിയത്. നമ്മുടെ കൈകളിലുള്ള അള്ളാഹു തന്ന നിഅമത്തുകളിലേക്ക് നമ്മൾ നോക്കിയത്. അപ്പോഴാണ് ശരിക്കും നമുക്ക് സമാധാനം ഉണ്ടായത്, അല്ലേ? ഭയങ്കര സമാധാനം ഉണ്ടായില്ലേ? ഞാനൊരു രാജകുമാരനല്ലേ? അത് നമ്മളെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? നമ്മളിൽ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം, അപ്പോൾ സമാധാനം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണത്. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ അഅലാ മിൻകും. ഒരിക്കലും നോക്കരുത് മുകളിലുള്ളവരിലേക്ക്. നമ്മളോട് നോക്കാൻ കൽപ്പിച്ചത് താഴെയുള്ളവരിലേക്ക്. അതെന്തിനാന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് സമാധാനമുണ്ടാവുക. നമ്മുടെ കയ്യിലുള്ള നിഅമത്തുകളെ നമുക്ക് തിരിച്ചറിയാനാവണം. എൻ്റെ എനിക്കൊരുപാട് നിഅമത്തുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. ഒരുപാട് നിഅമത്തുകൾ എണ്ണാൻ നോക്കി. ഞാൻ റമദാനിലെ അവസാനത്തെ 10 ചില രാത്രികളിൽ ഞാൻ അള്ളാഹുവിനോടൊരു പ്രാർത്ഥിച്ചു. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായിരുന്നു. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ മുതലാളിയായിരുന്നു സുലൈമാൻ നബി. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, എനിക്ക് പലപ്പോഴും പറയാൻ തോന്നാറ്, ലോകത്ത് ജനിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുതലാളിയായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തെ പോലെ ജീവിത സുഖങ്ങൾ അനുഭവിച്ച ഒരാളെ നിങ്ങൾ ആലോചിക്കും. നമുക്കിന്ന് പോകണമെങ്കിൽ ഫ്ലൈറ്റ് വേണം, ടിക്കറ്റ് എടുക്കണം, ചാർട്ടർ ചെയ്യാൻ, ഒരുപാട് പണിയുണ്ട്. സുലൈമാൻ നബി കാറ്റിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കാറ്റിനെ സുലൈമാൻ നബിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആലോചിക്കും. പോകേണ്ടിടത്തേക്ക് കാറ്റാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നർത്ഥം. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഖുർആൻ തന്നെ പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ. റബ്ബേ, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് പ്രചോദനം ഉണ്ടാകണേ. ഒരു വലിയ വിഷയമാണ് പ്രചോദനം. നമ്മളാരും കാണില്ല നമ്മുടെ നിഅമത്തുകളെ. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ നമ്മൾ ആരും കാണുന്നില്ല. എണ്ണി നോക്കൂ, കഴിയില്ല എണ്ണാൻ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അത് ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. പക്ഷേ എന്നിട്ടും മനുഷ്യനാരാ? ലളൂമുൻ കഫാർ. മനുഷ്യൻ മഹാക്രമിയാണ്, മനുഷ്യൻ മഹാ നന്ദി കെട്ടവനാണ്. ഇതൊന്നും എണ്ണി നോക്കൂല, മുകളിലേക്കേ നോക്കൂ, അപ്പോൾ എണ്ണാൻ കഴിയില്ല. നമ്മൾ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള റബ്ബിൻ്റെ കൽപ്പനയാണ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിനക്ക് നിന്റെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ നിന്നോട് പറയണം. ആദ്യം നമ്മളോട് നമ്മൾ സംസാരിക്കണം, നമ്മൾ എണ്ണണം, ഒറ്റയ്ക്കിരുന്ന് എണ്ണി നോക്കണം, എത്രയാ തന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ശരിക്ക് ശുക്ർ വരും. ഈ നിഅമത്തുകളെ ഓർക്കുന്നതിൽ നിന്നേ ശുക്ർ വരൂ. അത്രേ വരൂ. അത് നമുക്ക് ഭൗതിക ജീവിതത്തിലും അങ്ങനെയല്ലേ? ഒരാൾ നമുക്ക് ചെയ്തു തന്ന നേട്ടങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴല്ലേ അവരോടൊരു നന്ദി വരിക, അവരോടൊരു താങ്ക്സ് പറയാൻ കഴിയുക, അവരുടെ മുമ്പിലൊന്ന് വിനയം കൊള്ളാൻ കഴിയുക. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ശരിക്ക് നമുക്ക് റമദാനിൽ കിട്ടി. മറ്റൊന്ന് നമുക്ക് റമദാനിൽ കിട്ടിയത്
സ്വന്തം വിശപ്പ് അറിഞ്ഞു നാം, അല്ലേ? എത്ര പിടിച്ചു നിൽക്കുന്നവരും വിശപ്പറിഞ്ഞു, ദാഹമറിഞ്ഞു. എന്തിനായിരുന്നു നിങ്ങളെ വിശപ്പും ദാഹവും അള്ളാഹു അറിയിച്ചത്? അള്ളാഹുവിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ഹലാലായ ഭക്ഷണമാണ് നിങ്ങൾക്ക് തടഞ്ഞത്, ഹലാലായ പാനീയങ്ങളാണ് തടഞ്ഞത്. എന്തിനായിരുന്നു അത്? നമ്മളത് അനുഭവിക്കാൻ വേണ്ടിയാണ്. ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം. അറിവുകൾ പലവിധമുണ്ട്. അതിലേറ്റവും വലിയ അറിവ് അനുഭവിച്ചുള്ള അറിവാണ്. അനുഭവിച്ചറിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. വിശപ്പിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞു. അതെന്തിനാ? അത് നമുക്ക് മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ ഓടിയെത്താൻ സാധിക്കണം. ഒരുപാട് ആളുകളുടെ വിശപ്പകറ്റിയില്ലേ നിങ്ങളൊക്കെ? ഒരുപാട് ആളുകളുടെ വിശപ്പ്. ബില്യൺ കണക്കിന് ഭക്ഷണപ്പൊതികളാണ് ഈ നാട്ടിലെ നല്ല മനുഷ്യർ വിതരണം ചെയ്തത്. ബില്യൺസ് ഓഫ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ UAE നിന്നുള്ള ഭക്ഷണപ്പൊതികൾ എത്തി ഈ വിശുദ്ധ മാസത്തിൽ. അറിയോ നിങ്ങൾക്ക്? വിശപ്പകറ്റാൻ. വിശപ്പൊരു വല്ലാത്ത വികാരമാണ്. ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു വികാരം, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞ ഒരു വികാരം. സൂറത്ത് ഖുറൈശിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലഇലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്തിൽ فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വിശപ്പും നിർഭയത്വവും വല്ലാത്ത വികാരമാണ്. ഇത് രണ്ടും അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു എടുത്തു പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അവനാണ് വിശപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭക്ഷണം നിങ്ങൾക്ക് നൽകിയത്. അവനാണ് ഭയത്തിൽ നിന്നുള്ള മോചനമായി നിർഭയത്വം നിങ്ങൾക്ക് നൽകിയത്. ഇത് രണ്ടും നിങ്ങൾക്ക് സൃഷ്ടിക്കാനാവുന്നതല്ല എന്നർത്ഥം. ഇതൊരു വലിയ സംഭവമാണ് വിശപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടി. സഹോദരന്മാരെ, നമ്മൾ ഓർക്കേണ്ടത്, ശരീരത്തിന് നിലനിൽക്കാൻ ഭക്ഷണം വേണം. പക്ഷേ നമ്മൾ ശരീരമല്ല. ഞാൻ ശരീരമല്ല. എൻ്റെ പേര് അബ്ദുസ്സലാം എന്നാണ്. അബ്ദുസ്സലാം എന്ന പേര് നിങ്ങൾ മാറ്റും. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് അള്ളാഹു എടുത്തു കൊണ്ടുപോയാൽ, നിങ്ങളൊരു പക്ഷേ ഇപ്പം എന്നെ ബഹുമാനിച്ചൊക്കെ കൊണ്ടുനടക്കും, ബഹുമാനിച്ചൊക്കെ വിളിക്കും. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെ ദൂതന്മാർ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അപ്പം പിന്നെ നിങ്ങൾ എൻ്റെ പേര് മാറ്റും. നിങ്ങൾ ചോദിക്കുക, മയ്യത്തെടുത്തോന്ന്. പേര് എത്ര എളുപ്പം മാറിയത്. വാപ്പ എല്ലാവർക്കും ഓരോ പേരിട്ടിരുന്നു, പക്ഷേ ആത്മാവിനായിരുന്നു ആ പേര്. കാരണം ആത്മാവ് പോയതോടുകൂടി എല്ലാവർക്കും ഒരേ പേരാണ് വിളിച്ചത്. ഒറ്റ പേര്. മയ്യത്ത് എന്നാണ് എല്ലാവരെയും വിളിച്ചത്. ഒരു വ്യത്യാസമില്ലല്ലോ. വലിയ ആളെയും നമ്മളെന്താ വിളിച്ചത്? മയ്യത്ത് എന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് ശരീരത്തിനല്ല, ആത്മാവിനാണ്. കാരണം ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല. നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു, ശരീരത്തിനുള്ള ഭക്ഷണമാണ്, ശരീരത്തിന് നിലനിൽക്കാൻ ആവശ്യമായതാണ് ഭക്ഷണവും പാനീയവുമൊക്കെ. എന്നാൽ ആത്മാവിന് നിലനിൽക്കാൻ ഇൽമ് വേണം, ഈമാൻ വേണം, അതിലൂടെ തഖ്വ വേണം. ശരിക്ക് ശ്രദ്ധിച്ചു, 3 എണ്ണം വേണം. വിജ്ഞാനം വേണം, ഇൽമ് വേണം, അറിവ് വേണം. അറിവിനൊരു പക്ഷേ പരിധികൾ ഉണ്ടാകാം, എന്നാലും അറിവ് വേണം. അറിവുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാകും. ഇത് ഖുർആനിൻ്റെ ശാസ്ത്രമാണ്. അറിവുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാകും, ഈമാൻ ഉണ്ടായാൽ തഖ്വയുണ്ടാകും. ഇതായിരുന്നു റമദാൻ നമ്മളെ എത്തിച്ചത്, അങ്ങോട്ടായിരുന്നു. ഒരുപാട് അറിവുകൾ നമുക്ക് റമദാനിൽ പ്രത്യേകമായി കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രത്യേകമായി കിട്ടി. അറിവുകളുടെ മാസമായിരുന്നു റമദാൻ. നിരന്തരമായ പഠനങ്ങൾ, ക്ലാസ്സുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിരന്തരമായ ക്ലാസ്സുകൾ. എല്ലാ ദിവസവും നമ്മൾ തന്നെ ഖുർആനിൻ്റെ അകംപൊരുൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് കൊടുത്തു. അകംപൊരുൾ, ഖുർആനിൻ്റെ അകം എന്താണെന്ന് മനസ്സിലാക്കാൻ ആളുകൾ വല്ലാതെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഭയങ്കരമായി എത്ര ആളുകളാണ് പ്രതികരിച്ചത് എന്ന് പറയും.
വല്ലാത്തൊരു സംഭവം. ഇതാണോ ഖുർആൻ? ഇത്ര സിമ്പിളാണോ ഖുർആൻ? ഇതാണോ ഖുർആനിൻ്റെ ഉള്ളടക്കം? അറിയൂലായിരുന്നു, ആളുകൾക്ക് അറിയൂലായിരുന്നു. ഞാൻ പറഞ്ഞത് അറിവ് കിട്ടി. എന്തിനാണത് കിട്ടിയത്? അത് കേവലം ഒരു വിജ്ഞാനമായി വെക്കാനല്ല, ഒരു സർട്ടിഫിക്കറ്റിനുമല്ല, അല്ലെങ്കിൽ അതൊരു ക്വാളിഫിക്കേഷനല്ല, മറിച്ച് ഈമാനാണ് അതിലൂടെ ഉണ്ടാകേണ്ടത്. ഓരോ വചനങ്ങളും. എന്നോട് ചില ആളുകൾ പറഞ്ഞു, സൂറത്തുർ റാഇദ് കേട്ടപ്പോൾ, സൂറത്തുർ റാഇദ് അതിൻ്റെ ആ അകമ്പൊരുൾ ഇങ്ങനെ കേട്ടപ്പോൾ സത്യത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിപ്പോയി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, അപ്പോഴാണ് ആര് കിട്ടുക? തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് സഹോദരന്മാരെ, ഒരു ഗിഫ്റ്റാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. ചുരുക്കത്തിൽ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ഓരോന്നും റമദാനിലെ ഓരോ സ്റ്റെപ്പും അതായിരുന്നു. നോക്കൂ, റമദാനിൽ അത്താഴം കഴിച്ചില്ല എല്ലാവരും. എന്തായിരുന്നു അത്താഴം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു. അത്താഴം ബർക്കത്താണ്. ബർക്കത്ത് എന്ന് പറഞ്ഞ പദം നമുക്കറിയാം. അതിൽ ഏറ്റവും വലിയ ബർക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് അത്ഭുതകരമായിരുന്നു. യഥാർത്ഥത്തിൽ അത് അത്ഭുതകരമാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അല്ലാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സുരക്ഷയാണ്. സുരക്ഷ, സമാധാനം. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ദുആ ആണ്. നമ്മൾ എന്താ അനുഭവിച്ച് നിങ്ങൾ ആലോചിച്ചു. വല്ലാത്ത സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ. ഇത് നമ്മൾ പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല. ഈ യാത്ര നമ്മൾ തുടരണം. അതാണ് റമദാനിന് ശേഷം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു റമദാനിലൊരു അസീമത്തിനെ കുറിച്ച്, ഒരു മനോദൃഢതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അസീമത്ത്. ഈ റമദാനിന് ശേഷം നമുക്കൊരു അസീമത്ത് ഉണ്ടാകണം ഈ യാത്ര തുടരാൻ. ഈ യാത്ര തുടരാൻ നമ്മളെപ്പോഴും മനസ്സിലാക്കും, ഒരു പൂവ്, ആ പൂവിൻ്റെ ഭംഗി അത് ആ ചെടിയിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ. ചെടിയിൽ നിന്ന് അത് അറുത്തെടുത്താൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും, അല്ലേ? അതിൻ്റെ ഭംഗി അതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, പല നിറത്തിലുള്ള പൂക്കളാണ് ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. ഓരോ മനുഷ്യനും ഓരോ ഭംഗിയാണ്, ഓരോ തരം പൂക്കളാണ് ഓരോ മനുഷ്യരും. നമ്മൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യരെയും അള്ളാഹു വ്യത്യസ്ത ടേസ്റ്റിലും രീതിയിലും രൂപത്തിലും കോലത്തിലും സ്വഭാവത്തിലും നല്ല ഉയരവും കളറും കണ്ണിൻ്റെ വലിപ്പവും മൂക്കിൻ്റെ വലിപ്പവും എന്തൊക്കെയാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യരും ഈ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. ആ പൂക്കൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. റമദാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു പാഠം അതാണ്. നോക്കൂ, നമുക്ക് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ പിണങ്ങേണ്ടി വരാം, മാറി നിൽക്കേണ്ടി വരാം. പക്ഷെ ബന്ധങ്ങളുടെ വേരറുക്കരുത്. അതാണ് റമദാൻ നമ്മെ പഠിപ്പിച്ചത്. ബന്ധങ്ങളുടെ വേരറുക്കരുത്. ബന്ധങ്ങളുടെ വേരറുക്കുക എന്ന് പറഞ്ഞാൽ പൂക്കളെ ആ മരത്തിൽ നിന്ന്, പൂവിൻ്റെ മരത്തിൽ നിന്ന് നിങ്ങൾ വെട്ടിമാറ്റുന്നതിന് തുല്യമാണ്. ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. കാരണം പിന്നെ അത് മുളച്ചു വരാൻ വലിയ പ്രയാസമാണ്. ആ പൂവിൻ്റെ ഭംഗി പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, സങ്കടപ്പെടുത്തിയവർക്കും കുത്തി നോവിച്ചവർക്ക് പോലും പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് മധുരമുള്ള ജീവിതം. അപ്പോഴേ പൂവിന് ഭംഗിയുണ്ടാകും. അതാണ് ഇതൊക്കെ നമ്മൾ റമദാനിൽ നേടിയെടുത്തത്. നോക്കൂ, റമദാനിൽ നമ്മൾ വലിയ സുജൂദുകൾ ചെയ്തില്ലേ, നീണ്ട സുജൂദുകൾ. ആ സുജൂദുകളിൽ നാം നനഞ്ഞില്ലേ? നമ്മുടെ കണ്ണുകളിൽ നിന്ന് വെള്ളമുറ്റിയിട്ട് നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലം നനഞ്ഞില്ലേ? നമ്മുടെ കണ്ണുകൾ നനഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു ആ നനവ്? എവിടെ നിന്നായിരുന്നു ആ വെള്ളം ഒഴുകി വന്നത്? ആരായിരുന്നു ആ വെള്ളം ഒഴുക്കിയത്? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നനവുണ്ടായത്? അല്ലേ? നിങ്ങൾ ആലോചിച്ചു. റമദാനിൽ ഖുർആൻ നമ്മൾ നെഞ്ചോട് ചേർത്ത് വച്ചില്ലേ? പലതവണ പാരായണം ചെയ്ത് തീർത്തില്ലേ? തവണ ഖുർആൻ ആശയസഹിതം വായിച്ചില്ലേ? ഇല്ലേ? പാതിരാ നേരത്ത്
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കലും ഉണരാൻ സാധ്യതയില്ലാത്ത സമയത്ത് ഉറക്കം വരാത്തവരായി നമ്മൾ മാറിയില്ലേ? പാതിരാരാവിൽ, പ്രത്യേകിച്ചും അവസാനത്തെ 10 ഒരു പോള പോലും കണ്ണടക്കാതെ നമ്മൾ നിന്ന് നോക്കിയില്ലേ? സാധിച്ചില്ലേ? ആ പാതിരാ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചത് എന്താ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചല്ലേ? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചല്ലേ? അല്ലേ? നമുക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടല്ലേ? അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ഇങ്ങനെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മൾ ഒരിക്കലും ജീവിതത്തിൻ്റെ ഇരുളുകൾക്ക് മുമ്പിൽ നാം പതച്ചു നിൽക്കരുത്. ജീവിതത്തിൽ ഇരുളുകൾ ഉണ്ടാകും, പക്ഷേ ഇരുളുകളൊക്കെ ഒരിക്കൽ അവസാനിക്കും. നമ്മളെ ബോധ്യമായി നമുക്ക് ചിലതൊക്കെ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് പോലും നന്മയാണ് എന്ന് നമുക്ക് ബോധ്യമായില്ലേ? ചിലതൊക്കെ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് പോലും ആണെന്ന് ബോധ്യമായില്ലേ? അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചതാ. ചിലത് ലഭിച്ചത് നമ്മുടെ വീക്ഷണത്തിൽ അത് തിന്മയാണെന്ന് അനുഭവപ്പെട്ടുവെങ്കിലും അത് പിന്നീട് എന്താവും? നന്മയാകും. ഒരു സംശയവും വേണ്ട. കാരണം അത് നൽകുന്നത് റഹ്മാനായ റഹീമായ റബ്ബാണ് എന്ന് നാം ഓർക്കണം. സഹോദരങ്ങളെ, ഇതായിരുന്നു റമദാൻ. ഇതാണ് റമദാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയത്. റമദാനിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി നോക്കൂ, റമദാനിൽ നാം ചെയ്ത കർമ്മങ്ങൾ. നമ്മൾ റമദാനിനെ യാത്രയാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വികാരമുണ്ട്. അതെന്താ? ഞാൻ ഈ റമദാനിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തി വളരെ ഭദ്രമായി റബ്ബിൻ്റെ പക്കലുണ്ട് എന്ന്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ കസബത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. ചെയ്ത എല്ലാ നന്മകളും റബ്ബിൻ്റെ മുമ്പിൽ കൃത്യമായി രേഖയുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ കാണും. ഒരു സംശയവും ആർക്കും വേണ്ട. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു വിളിക്കുന്ന ഒരു വിളിയുണ്ട്. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫീകും ഇയ്യാഹാ ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഭയങ്കര വിളിയാണ്. യാ ഇബാദി. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇബാദി എന്ന് വിളിച്ചാൽ സ്നേഹത്തിൻ്റെ വിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും. ഇതാ നോക്കൂ, രേഖപ്പെടുത്തി വെച്ചത്, കൂട്ടിവെച്ചത് അള്ളാഹു കാണിച്ചു തരിക. ഇതാ ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും. നിങ്ങൾക്ക് ഞാൻ ഇതാ എണ്ണി കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹാ. ഇതിൻ്റെയൊക്കെ കൃത്യമായ പ്രതിഫലം നിങ്ങൾക്ക് തരാൻ പോകുന്നു. നിങ്ങൾ ഈ അമലുകൾ ഇങ്ങനെ കാണുമ്പോൾ ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്. നിങ്ങൾ നോക്കുമ്പോൾ നന്മയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചോ. വമൻ വജദ ഗൈറ ദാലിക്, അതല്ലാത്തതാണ് എൻ്റെ അമലുകളിൽ കാണുന്നതെങ്കിലോ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. അവനെ തന്നെയാണ് ആക്ഷേപിക്കേണ്ടത്, വേറെ ആരും അതിന് കാരണക്കാരല്ല. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് സഹോദരന്മാരെ. റമദാൻ ഒരു വലിയ മാർക്കറ്റായിരുന്നു, അല്ലേ? വലിയ മാർക്കറ്റ്. നമ്മൾ കച്ചവടം ചെയ്തു. ഈ കച്ചവടത്തിൽ ലാഭം കിട്ടിയവരും ഉണ്ടാകാം, നഷ്ടപ്പെട്ടവരും ഉണ്ടാകാം. ലാഭം കിട്ടിയവർക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം, അത് കബൂലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹു ഒരിക്കലും ഇന്നല്ലാഹ ലാ യുദീഉ അജ്റ മൻ അഹ്സന അമല. അള്ളാഹു ഒരിക്കലും നന്നായി പ്രവർത്തിച്ചവൻ്റെ ഒരു പെർസെൻറ്റേജ് പ്രതിഫലം പോലും അള്ളാഹു പാഴാക്കി കളയുകയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ആപത്ത് വന്നു, അബദ്ധം വന്നു ഈ റമദാനിൽ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവനും ചാൻസ് ഉണ്ട്. അവന് തൗബ ചെയ്യാം, പശ്ചാത്തപിക്കാം. മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന നിമിഷം വരെ അള്ളാഹു തൗബയെ സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു അങ്ങനെ തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. ശുദ്ധിയാകാൻ ആഗ്രഹിക്കുന്നവരെ, വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അവസരമുണ്ട്. ഞാൻ ഈ റമദാനിൽ
ഈ പറഞ്ഞതൊന്നും നമ്മൾ ഒരുപാട് എണ്ണിപ്പറഞ്ഞല്ലോ. ഈ എണ്ണിപ്പറഞ്ഞതൊന്നും റമദാൻ എനിക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവസരമുണ്ട്, തൗബ ചെയ്യാൻ നമ്മൾ ചെയ്യണം. സഹോദരന്മാരെ, റമദാൻ സത്യത്തിൽ നമുക്കറിയില്ല അടുത്ത റമദാനിന് നാം ഉണ്ടാകൂലേ എന്നുള്ളത്. റമദാൻ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഉണ്ടാകൂലേ നമുക്കറിയില്ല, ആർക്കും അറിയില്ല. വല്ലാത്തൊരവസ്ഥയാണല്ലോ അത്. ഇൽമുഹാ ഇൻദ റബ്ബി, ഇൽമുഹാ ഇൻദ റബ്ബി, ഞാൻ ഉണ്ടാകുമല്ലേ എന്നത് അത് റബ്ബിൻ്റെ അടുത്തുള്ള അറിവാണ്. അത് ഫീ കിതാബ്, അതൊരു രേഖയിലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, ഇല്ല, റബ്ബിൻ്റെ ആ രേഖ തെറ്റുകയില്ല. റബ്ബ് ആ രേഖയിൽ വെച്ചത് വിസ്മരിക്കപ്പെടുകയും ഇല്ല. നമ്മൾ ഓർക്കണം എത്രയെത്ര മനുഷ്യരാണ് നാളെ ചെയ്യാൻ തീരുമാനിച്ചത് നാളെ ചെയ്യാൻ സാധിക്കാതെ പോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രയെത്ര മനുഷ്യരാണ് എനിക്ക് നാളെ വലിയ പുരോഗതി ഉണ്ടാകും, ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആ നാളെയിലേക്ക് ജീവിക്കാതെ പോയത്. നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തൊട്ടടുത്ത റമദാനിലേക്ക് ആരും നീട്ടിവെക്കരുത് ഈ പറഞ്ഞതൊന്നും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുന്നതിൽ പോലും വലിയ പാഠമായിരുന്നു. റമദാൻ മാത്രമല്ല പാഠശാല, അതിൻ്റെ ആ ലാസ്റ്റ് മൊമെന്റ്സ് പോലും ഭയങ്കര പാഠശാലയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അവസാനത്തെ അത്താഴം നമ്മൾ കഴിച്ച് ആ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ ഇരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവസാനത്തെ കൈ ഉയർത്തൽ അള്ളാഹുവിലേക്ക് ആ സുഹൂർ സമയത്ത് നടത്തിയത്. അവസാനത്തെ ദിവസം നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ആ നിമിഷങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് നമ്മൾ വെന്തില്ലേ, ശരിക്ക് വെന്തുപോയില്ലേ നമ്മൾ? അവസാനത്ത് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്തായിരുന്നു? സഹോദരന്മാരെ, റമദാനിൽ നമ്മളൊക്കെ ഒരു പക്ഷേ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ജീവിച്ചുണ്ടായിരിക്കുക, വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും. കാരണം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്കായി എന്ന ചിന്ത, അതാണ് ആ സന്തോഷത്തിൻ്റെ കാരണം. ഈ റമദാൻ പോലെയാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതം. റമദാൻ എങ്ങനെയാണോ പോയത് അപ്രകാരമാണ് നമ്മുടെ ജീവിതം പോവുക. അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. റമദാൻ നമുക്ക് പോയത് സന്തോഷത്തോടെ സമാധാനത്തോടെ ആണെങ്കിൽ നമ്മുടെ ജീവിതവും സന്തോഷത്തോടെ സമാധാനത്തോടെ പോകും. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുക നമ്മൾ ആ സമാധാനത്തോടു കൂടിയായിരിക്കും. റമദാൻ നമുക്ക് പോയത് ദുഃഖത്തോടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന പാരവശ്യത്തോടു കൂടിയാണെങ്കിൽ നമ്മുടെ ജീവിതവും അങ്ങനെയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സെയിം, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അതാണ് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാം ഇദാ ദഹബ യൗമക ദഹബ ബഅദക. ആദമിൻ്റെ മകനെ, നീ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ കുറേ സൂര്യൻ ഉദിക്കലാണ്. നമ്മൾ എത്ര സൂര്യോദയം നമ്മൾ കാണുമെന്ന് നമുക്ക് നിശ്ചയമില്ല. ഒരുപാട് ദിവസങ്ങളാണ്. ഒരു ദിവസം പോയാൽ നമ്മുടെ ജീവിതത്തിലെ കുറച്ചുപോയി. എത്രയാണോ ക്ലിപ്തപ്പെടുത്തിയ സൂര്യോദയങ്ങൾ അതിനനുസരിച്ചായിരിക്കും നാം. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, റമദാൻ ശരിക്കും നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഞാനൊരു പൂവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു മനോഹരമായ പൂന്തോട്ടമായിരുന്നു. ആ റമദാനാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ആസ്വദിച്ചു, അനുഭവിച്ചു, സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. എന്തുമാത്രം മനോഹരമായിരുന്നു റമദാനിലെ രാത്രികളിൽ ആ പൂന്തോട്ടത്തിൽ ഇരിക്കാനല്ലേ. നമ്മൾ തഖ്വ ഉണ്ടാക്കിയെടുത്തു, തഖ്വ നേടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലേ, സാലിഹീങ്ങൾ മത്സരിക്കുകയായിരുന്നു റമദാനിൽ. മത്സരമായിരുന്നു, വല്ലാത്ത മത്സരം. ആ മത്സരത്തിൻ്റെ രൂപമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തുമാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ, റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഞ്ഞു വീശുന്ന കാറ്റ് പോലെയായിരുന്നു. ആഞ്ഞു വീശുന്ന കാറ്റ്, അതിലിങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറക്കും. നമ്മൾ റസൂലിൻ്റെ ആ രീതിയിൽ ജീവിച്ച ഒരുപാട് മനുഷ്യന്മാരെ കണ്ടില്ലേ ഈ റമദാനിൽ? ആഞ്ഞു വീശിയ കൊടുങ്കാറ്റ് പോലെ നന്മകൾ ചെയ്ത മനുഷ്യന്മാർ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
മനസ്സിലാക്കണം. നോക്കൂ, റമദാൻ അവസാനിച്ചപ്പോൾ 2 തരം ആളുകളെ നാം കണ്ടു, അല്ലെങ്കിൽ 2 തരം ആളുകൾ ഭൂമിയിലുണ്ടായിരുന്നു. നമ്മളേതാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒന്നാമത്തെ ആളുകൾ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ നിന്നൊരു മരുഭൂമിയിലേക്ക് പോയി. പൂന്തോട്ടത്തിൽ സുഖമായി ജീവിച്ചിരുന്നു, ഒരു മരുഭൂമിയിലേക്ക് പോയി. അഥവാ ഈ ചെയ്ത നന്മകളൊക്കെ അവർ മറന്നുപോയി, ഒക്കെ മറന്ന് അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. സൗഭാഗ്യത്തിൽ നിന്ന് നിർഭാഗ്യത്തിലേക്ക് അവർ പോയി. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവർ റമദാനിൽ ഭയങ്കരമായിരുന്നു. പള്ളികളിൽ അവരെ കണ്ടു, സുജൂദ് ചെയ്യുന്നവരായി അവരെ കണ്ടു, ഖുർആൻ ഓതുന്നവരായി അവരെ കണ്ടു, അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു നിൽക്കുന്നവരായി അവരെ കണ്ടു. നമുക്കവരെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അമലുകളിലുള്ള, ഇബാദത്തുകളിലുള്ള അവരുടെ പരിശ്രമം കണ്ടപ്പോൾ. അതാണ് ഒരു വിഭാഗം. പക്ഷേ നിലനിർത്താൻ കഴിഞ്ഞില്ല, പോയി. ഹിദായത്തിന് അവർക്ക് അവസരം കൊടുത്തു, അനുഭവിക്കാനും ആസ്വദിക്കാനും അവസരം കൊടുത്തു. പക്ഷേ നിങ്ങൾക്കറിയോ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിഅ്മത്തുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നൽകിയ നിഅ്മത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഹിദായത്ത് അല്ലേ? അല്ല. നൗഷാദ് ക, നിഅ്മത്തുകളിൽ ഏറ്റവും വലുത് ഏതാ? അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅ്മത്ത് ഏതാ? ആരോഗ്യം അല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശ്വാസിക്ക് അള്ളാഹു നൽകിയ നിഅ്മത്തുകൾ ഏറ്റവും വലിയത് കിട്ടിയ ഹിദായത്തിലുള്ള സബാത്താണ്. അതാണ് ഏറ്റവും വലിയ നിഅ്മത്ത്. ഹിദായത്ത് എന്ന നിഅ്മത്ത് ഏറ്റവും നിഅ്മത്ത് എന്ന് പറഞ്ഞു. ആ നിഅ്മത്ത് നഷ്ടപ്പെടാതെ ജീവിതാന്ത്യം വരെ ജീവിക്കാനാവുക എന്നതാണ് ഏറ്റവും വലിയ നിഅ്മത്ത്. അതുകൊണ്ടാണ് ഒരൊറ്റ നമസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടില്ല ഇങ്ങനെ പറയാതെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവനെ, എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ പിടിച്ചു നിർത്തിത്തരണമേ. ഏറ്റവും വലിയ നിഅ്മത്ത് അതാണ്. എല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ടതും അതാണ്. ഈ ഒന്നാമത്തെ വിഭാഗത്തിന് അത് കിട്ടിയില്ല. അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ റമദാൻ എന്ന ഗാർഡനിൽ നിന്ന് നേരെ പോയത് ഒരു മരുഭൂമിയിലേക്കാണ്. രണ്ടാമത്തെ വിഭാഗം റമദാനിനെ അനുഭവിച്ചു, ആസ്വദിച്ചു. അവര് റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്തു. അവർ സ്വയം വൃത്തിയുള്ളവരും ശുദ്ധിയുള്ളവരുമായി റമദാൻ പോകുന്നത് അവർ വേദനയോടുകൂടി നോക്കി. ആദ്യത്തെ ടീമിന് ഇതെങ്ങനെയും കഴിഞ്ഞു കിട്ടണമെന്നായിരുന്നു, സ്വതന്ത്രമാകാൻ ആയിക്കോട്ടെ, സന്തോഷമായിരുന്നു. രണ്ടാമത്തെ ടീം അങ്ങനെയല്ല. അവർ റമദാൻ പോകുന്നത് വേദനയോടുകൂടിയാണ്. കാരണം എന്താ അറിയോ? എന്താ കാരണം? അവർ റമദാനിൽ അനുഭവിച്ചത് അത്രമാത്രം വലിയ ആസ്വാദനമായിരുന്നു. റമദാനിൽ അവർക്ക് കിട്ടിയ അനുഗ്രഹം അത്രമാത്രം വലുതായിരുന്നു. റമദാനിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവുമായുള്ള അടുപ്പമായിരുന്നു. അടുപ്പം, ഫഇന്നി ഖരീബ് എന്നത് അനുഭവിച്ചറിഞ്ഞു, ആസ്വദിച്ചു. ആ അടുപ്പം ആസ്വദിച്ചു. അതായിരുന്നു. അവൻ നോക്കി നിൽക്കുകയായിരുന്നു റമദാൻ പോകുന്നത് സങ്കടത്തോടുകൂടി. ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ദിവസം നോമ്പ് തുറന്നത് വേദനയോടുകൂടിയായിരുന്നു, സങ്കടത്തോടുകൂടിയായിരുന്നു. ഹൃദയത്തിൽ വല്ലാത്ത ഒരു പ്രയാസമായിരുന്നു, വല്ലാത്ത ഒരു പ്രയാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനം. നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിലാണോ രണ്ടാമത്തെ ഗ്രൂപ്പിലാണോ? രണ്ടാമത്തെ ഗ്രൂപ്പ് ആ വേദനയോടുകൂടി റമദാൻ പോകുന്നത് നോക്കി നിന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തത് നീ കബൂലാക്കണമേ, ഞങ്ങളെ നീ പിടിച്ചു നിർത്തണമേ,
ഞങ്ങളെ പിടിച്ചു നിർത്തണമേ. ഞങ്ങൾക്ക് നിന്നെ ഇന്നത്തെ ഈ റമദാനിലെ അവസാനത്തെ ദിവസം പോലെയുള്ള വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്കാകണമേ. കൂട്ടരെ, രണ്ട് വിഭാഗവും ഒരുപോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. അം നജ്അലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഭയങ്കര ചോദ്യമാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണ്. അം നജ്അലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ ഉൾക്കൊണ്ട് അമലുസ് സാലിഹാത്തുകൾ ചെയ്തവരെ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? നോ, നെവർ, ഒരിക്കലും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. എനിക്ക് ഈമാൻ കിട്ടിയോ? എനിക്ക് അമലുസ് സാലിഹാത്തുകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയോ? ചെയ്തോ നമ്മൾ? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, മുത്തഖീങ്ങളെ നാം ഫുജ്ജാറുകളെ പോലാക്കുമോ? മുത്തഖിയുടെ നേരെ വിപരീത പദ ഫാജിർ എന്നത്. തഖവ കിട്ടാത്തവൻ ഫാജിറാ. ഒരിക്കലും ആക്കൂലല്ലോ അല്ലാഹു, ഒരിക്കലും ആക്കൂല. നമ്മൾ നോക്കണം, നമുക്ക് ഈമാനും അമലുസ് സാലിഹാത്തും കിട്ടിയോ എന്ന്. റമദാനിൽ നമ്മൾ പിടിച്ചു നിന്നു. അതൊരു ടീം സ്പിരിറ്റിൽ പിടിച്ചു നിന്നതാണോ? അതാണ് ചിന്തിക്കേണ്ടത്. ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്, നമ്മൾ നിന്നതാണോ? അതല്ല, ഒറ്റക്കായാലും എനിക്ക് പിടിച്ചു നിൽക്കാനാവുമോ? അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ആലോചിച്ചു, ഒരുപാട് ആളുകൾ ഈ സമ്പത്തിൻ്റെ സകാത്ത് വിഹിതം നൽകി ആ സമ്പത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നത് റമദാനിലാണ്. ഭയങ്കര സംഭവം. മനുഷ്യന്മാർക്ക് എഴുതിയിട്ട് മതിയാണില്ല. മുസ്ലിങ്ങൾ ഈ സമയത്ത് ചെയ്ത സക്കാത്തിനെ കുറിച്ചും സദഖയെക്കുറിച്ചും എഴുതിയിട്ട് മതിയാണില്ല. അമ്മാതിരി ഒഴുകിയത്, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് നോക്കൂ. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏതിലാ? നിർബന്ധമായി നൽകേണ്ട 2.5% പോലും നൽകാതെ പിടിച്ചു നിന്നവരായിരുന്നോ നാം? പിശുക്കന്മാരായി പോയോ നാം? നമ്മൾ ഭയപ്പെടണ്ടേ? ആ പിശുക്ക്, ആ സമ്പത്ത് നമുക്കെതിരായി വരും എന്നത് നമ്മൾ ആലോചിക്കേണ്ടേ? നമുക്ക് സാധിച്ചോ? അതാണ് ഈമാനിൽ നിന്നുണ്ടാകുന്ന അമലുസ് സാലിഹാത്തിന്റെ സവിശേഷത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സക്കാത്ത് കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അനന്തരാവകാശികൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവർ ആലോചിക്കുന്നുണ്ടോ? തൻ്റെ മരണശേഷം അനന്തരാവകാശികൾക്ക് ഓശാരമായി അത് കിട്ടുമ്പോൾ ആ ഓശാരത്തിൻ്റെ പേരിൽ ഞാൻ ഈ ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന, ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വല്ലാത്ത സങ്കടമല്ലേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സാധനം എൻ്റെ മക്കളും എൻ്റെ കുടുംബവും സുഖമായിട്ട് ദുനിയാവിൽ അതുകൊണ്ട് ജീവിച്ച് വലസുന്ന സമയത്ത് ഞാൻ ഖബറിൽ കിടന്ന് നരകിക്കാം. നമ്മൾ കൊടുത്തു വാങ്ങല്ലേ? ഇതാണ് ഈമാനും അമലുസ് സാലിഹാത്തും. ഇങ്ങനെയുള്ളവർ രണ്ടും ഒരിക്കലും തുല്യമല്ല. അതാണ് അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ റമദാൻ അവസാനിപ്പിച്ചത് രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടവരായിക്കൊണ്ടാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ നോമ്പനുഷ്ഠിച്ചു, നമ്മൾ രാത്രി നിന്ന് നമസ്കരിച്ചു, നമ്മൾ ധാരാളം ദുആ ചെയ്തു, നമ്മൾ സക്കാത്ത് നൽകി, നമ്മൾ സദഖ നൽകി, ഒരുപാട് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കുത്തിയവരോട് പോലും അവർ മാപ്പ് അപേക്ഷിക്കാതെ തന്നെ ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു. അങ്ങനെ ഞാൻ ആരോ ആയിത്തീർന്നു അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ പ്രാർത്ഥിച്ചതും അതായിരുന്നല്ലോ, ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കര സംഭവമല്ലേ? നോക്കൂ, ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ സാധാരണ കച്ചവടക്കാരൊക്കെ സീസൺ കഴിഞ്ഞാൽ അവർ കണക്ക് പരിശോധിക്കും. കഴിഞ്ഞ കൊല്ലത്തെ സീസണും ഇക്കൊല്ലത്തെ സീസണും എങ്ങനെയുണ്ട്, വരവും ചെലവും പരിശോധിക്കും, ലാഭമാണോ നഷ്ടമാണോ എന്ന് പരിശോധിക്കും, ലാഭം കിട്ടിയിട്ടുണ്ടോ നഷ്ടം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അല്ലേ? നിങ്ങളാരും കച്ചവടക്കാരല്ലാത്തതുകൊണ്ടായിരിക്കും മറുപടി പറയാത്തത്. ഏത് കച്ചവടക്കാരനും അങ്ങനെ
ഒരു ആനുവൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും കച്ചവടക്കാരൻ. അത് വെച്ചാണ് തൊട്ടടുത്ത കച്ചവടം, അല്ലേ ജോഷക്ക? അതെ, അത് വെച്ചിട്ടാണ് തൊട്ടടുത്ത കൊല്ലത്തെ കച്ചവടത്തെ വിലയിരുത്തുക. ഇത് ദുനിയാവിലെ കച്ചവടമാണ്. വല്ലാഹി ഞാൻ ചോദിക്കട്ടെ, ഈ റമദാനിലെ അവസാനത്തെ ദിവസമോ ശവ്വാലാദ്യത്തെ ദിവസമോ ഈ റമദാനിൽ നമ്മൾ ചെയ്ത റബ്ബുമായി ചെയ്ത കച്ചവടത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ആരെങ്കിലും പരിശോധിച്ചോ? ആരെങ്കിലും പരിശോധിച്ചോ? നമ്മൾ പരിശോധിക്കേണ്ടവരായിരുന്നില്ലേ? നമ്മൾ പരിശോധിച്ചോ? ഈ റമദാൻ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ? കഴിഞ്ഞ റമദാനും ഈ റമദാനുമായി വിലയിരുത്തുമ്പോൾ എൻ്റെ ഈ വർഷത്തെ റമദാൻ എന്താണ്? എൻ്റെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്തോ, സ്വീകരിച്ചോ? അതാണ് ലാഭം. അതോ അത് നഷ്ടമായോ? എൻ്റെ റമദാൻ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചോ? എൻ്റെ സ്വഭാവത്തെ സ്വാധീനിച്ചോ? എൻ്റെ ജീവിതക്രമത്തെ സ്വാധീനിച്ചോ? എൻ്റെ ഇബാദത്തിനെ സ്വാധീനിച്ചോ? പരിശോധിക്കണ്ടേ സഹോദരന്മാരെ? പരിശോധിക്കണ്ടേ? സഹാബികളെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലദീന യുഅ്തൂന മാ അതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും ഇത്. അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന്, അവർ സമ്പത്തിൽ നിന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൊടുക്കുമ്പോഴും അവർക്ക് വല്ലാത്ത ഭയമാണ്. കൊടുക്കുമ്പോൾ വല്ലാത്ത ഭയം. എന്താ കൊടുക്കുമ്പോഴുള്ള ഭയം? എന്തിനാണ് ആ ഭയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനം ഇറങ്ങുന്ന സമയത്ത് നബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി നബിയുടെ കൂടെയുണ്ട്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാ റസൂലേ ഭയം? അവർ കള്ളു കുടിക്കുന്നവരാണോ? വ്യഭിചരിക്കുന്നവരാണോ? കളവ് നടത്തുന്നവരാണോ? അവരല്ലാഹുവിന് ഭയപ്പെടുന്നവരല്ലേ സഹാബത്ത്? പിന്നെ എന്തിനാണ് അവർക്ക് ഭയം? നബി തങ്ങള് ആയിഷ ബീവിയോട് പറയുന്നൊരു മറുപടി ഉണ്ട്, ലാ യബ്നത സിദ്ദീഖ് വലാകിന്നഹും യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും. അവർ നമസ്കരിക്കുന്നവരാണ്, അവർ സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്, സൗബ് നിർവഹിക്കുന്നവരാണ്, സദഖ ചെയ്തവരാണ്. പക്ഷെ അവർക്ക് പേടിയായിരുന്നു അതൊക്കെ സ്വീകരിച്ചോ ഇല്ലയോ എന്ന ഭയം. അതാണ് ഞാൻ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ പരിശോധിക്കേണ്ടിയിരുന്നു അല്ലേ? നമ്മൾ പരിശോധിക്കേണ്ടിയിരുന്നു. സഹോദരന്മാരെ, ഒരു പരിശോധനയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അത് നമുക്ക് റമദാനിൽ അവസാനിപ്പിച്ചിടത്ത് ആ രൂപത്തിലല്ലെങ്കിലും 50% നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതാണ് പരിശോധന. ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കണം. വിശ്വാസിക്ക് സമയമല്ല, മാസമല്ല അവൻ്റെ വിഷയം. സമയവും മാസവും കാലവും ഒക്കെ അങ്ങനെ പോകും. അവൻ ആരായിരിക്കണം? അവൻ എന്നും പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമ്മളോട് പറയാൻ കൽപ്പിച്ചതാ. ഖുൽ എന്ന ഖുർആൻ പറഞ്ഞു. ഖുൽ പറയണം നമ്മൾ. പക്ഷേ ആ പറച്ചിൽ എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്തി, എൻ്റെ സ്വലാത്തും എൻ്റെ നുസുക്കും എൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറ്റുമോ? സൂറത്ത് അൻആമിൽ കാണാമത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത്. പറ്റുമോ നമുക്ക്? അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയായോ? വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനാണ്. സൂറത്ത് അൻആം ഭയങ്കര സൂറത്താണ്. അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പറയാം. നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കാനാണ്. നമ്മളോട് പറഞ്ഞത് വഅബ്ദ് റബ്ബക്. ഏതുവരെ? സീസണിൽ നിന്നാ, റമദാനിൽ നിന്നാ. നിന്റെ റബ്ബിന് നീ ഇബാദത്ത് ചെയ്യണം. റമദാനിൽ നിന്നാ പറഞ്ഞത്? ഹജ്ജിൽ നിന്നാ പറഞ്ഞത്? ആണോ? അല്ല. ഹറമിൽ വെച്ച് മാത്രം എന്നാ പറഞ്ഞത്? ഇതൊക്കെയാണ് നമ്മുടെ രീതി. പോരാ. ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുമടോ. യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. ആ മരണം വരെ ചെയ്യണം. മരണം വരെ ചെയ്യണം. അതുകൊണ്ടാണ് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് മരണമല്ലാത്ത ഒരവധി നിശ്ചയിച്ചിട്ടില്ല. ജോലി എന്നൊക്കെ റിട്ടയർമെന്റ് ഉണ്ട് അല്ലേ? പലർക്കും തോന്നുന്നില്ല ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്നുള്ളത്. എനിക്ക് എപ്പോഴോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ 60 കഴിഞ്ഞു. റിട്ടയർമെന്റ് വേണം, റെസ്റ്റ് വേണം, വിശ്രമം വേണം. വിശ്രമമില്ലാതെ ഓടാൻ ഇനി കഴിയൂല.
എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹസനുൽ ബസരി റഹിമഹുള്ള പഠിപ്പിക്കുന്നു, അവന് റിട്ടയർമെന്റ് ഇല്ല. അവൻ്റെ റിട്ടയർമെന്റ് മരണമാണ്, മരണം. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതാണ് അവൻ്റെ റിട്ടയർമെന്റ്, അതാണ് റിട്ടയർമെന്റ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത ആദം ഇൻഖതഅ അമലുഹു. അപ്പോഴേ അമല് കട്ടാവൂ. ഇദാ മാത ആദം, ഇബ്നു ആദം, ആദമിൻ്റെ മകൻ, പുത്രൻ മരിക്കുമ്പോഴാണ് അവൻ്റെ അമലുകൾ കട്ടാകുക. അതുവരെ പോകണം, അതുവരെ പോകണം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാറ്റിനും ഒരു നോക്കൂ, നമ്മുടെ എന്തിനും ഉണ്ടല്ലോ, നമ്മുടെ ഏത് ഒരു പ്രൊഡക്റ്റിനുമുണ്ട് ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മളെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്. പിന്നെ ഒരു എൻഡിങ് ഡേറ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ എക്സ്പയറി ഡേറ്റ് അല്ലേ, എല്ലാറ്റിനുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എക്സ്പയറി ഡേറ്റ് എന്നാന്ന് നമുക്കറിയില്ല, അറിയില്ല. മറ്റിമേലൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും, എല്ലാ പ്രൊഡക്റ്റിന്മേലും. പക്ഷെ നമ്മുടെ മേൽ സീൽ ചെയ്തിട്ടില്ല. നമ്മുടെ മേൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു സീല് കാണാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പയറി ആകുന്നത് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. ഞാൻ 100% അല്ല പറഞ്ഞത്, 50%. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്, അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ ഒരു ഇസ്തിഖാമത്തിന് വേണ്ടിയാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ. ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് റസൂലിനോട് പറയാം, ഫസ്തഖിം കമാ ഉമിർത. നീ കണ്ടില്ലേ ഈ അമ്പിയാക്കന്മാരുടെയൊക്കെ ചരിത്രം അല്ലേ? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ അമ്പിയാക്കന്മാർ അവരൊക്കെ അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് എങ്ങനെയാണോ നിന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ നീ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണം. ഒരുപാട് സ്ഥലത്ത് കാണാം, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹ്, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹ്. അതാണ് നമുക്കുണ്ടാകുന്നത്. ആ ഇസ്തിഖാമത്തിന്റെ കൂടെ, ഇസ്തിഖാമത്ത് നിലനിൽക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ വേണം. അതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ചു പറഞ്ഞത്. അതാ, നേരെ ചൊവ്വയുള്ള ജീവിതം നമുക്ക് റമദാനിന് ശേഷം നിലനിൽക്കണമെങ്കിൽ നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനമാണ് സഹോദരൻ. അങ്ങനെ നമുക്ക് ജീവിക്കാനാവണം. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കാം. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കച്ചവടക്കാരൻ ഒരു സീസണിൽ കച്ചവടം ചെയ്ത് ഭയങ്കര ലാഭം ഉണ്ടാക്കി, ഭയങ്കര ലാഭം. എന്നിട്ട് ആ ലാഭമൊക്കെ പാടൊരു പെട്ടിയിൽ പൂട്ടിയിട്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ പെട്ടിൻ്റെ പൂട്ടൊക്കെ പൊട്ടിച്ച് തുറന്നങ്ങോട്ട് വെച്ചു. എന്താ ഉണ്ടാകുക? കള്ളന്മാർ വന്ന് കട്ടുകൊണ്ടുപോലെ പൂട്ടി വെക്കാൻ. നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമ്മൾ വലിയ കച്ചവടം ചെയ്തതാ റമദാനിൽ, കച്ചവടം ചെയ്ത റമദാനിൽ. അത് ഏതെങ്കിലും ശൈത്താന്മാർക്ക്, അത് മനുഷ്യരിൽപ്പെട്ട ശൈത്താനായാലും ജിന്നിൽപ്പെട്ട ശൈത്താനായാലും, അത് നിങ്ങളുടെ സുഹൃത്തായാലും ഇണയായാലും മക്കളായാലും, അത് കവർച്ച ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല, പാടില്ല. നോക്കൂ, ശരിക്ക് ചിന്തിക്കണം. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ ഈ സമ്പത്തൊക്കെ പാടെ കൂട്ടിയ ഈ ബാഗുണ്ടല്ലോ, ആ ബാഗിന് ഓട്ടമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോളറും റിയാലും ഒക്കെ പാടെ ഇട്ടതാ റമദാനിൽ. ഓട്ടമുണ്ടോ നമ്മൾ നോക്കണം. ഓട്ടക്കുത്തും പലരും, ആ ഓട്ടക്കുത്തും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സഹോദരന്മാരെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമസ്കാരത്തിൻ്റെ വിഷയം, ഖുർആൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ജീവിക്കാനുള്ളത് ഖുർആനിൻ്റെ തോട്ടത്തിലാണ്, ഖുർആൻ്റെ കൂടെ ജീവിക്കുക. ആരും പറയല്ലേ എനിക്ക് സമയമില്ല. എല്ലാവരും പറയുന്നത് അതാണ്, എനിക്ക് സമയമില്ല. വല്ലാഹി നമുക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ നമുക്ക് സമയമില്ല? പറയാൻ പറ്റുമോ? ഖുർആൻ പഠിക്കാൻ സമയമില്ല? ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും പറയല്ല, ആരും. ഭയങ്കര അക്രമമാണ് ആ പറച്ചിൽ തന്നെ. കാരണം സമയം തന്നത് അള്ളാഹുവാണ് സഹോദരന്മാരെ. അള്ളാഹുവാണ് നമുക്ക് സമയം തന്നത്. നമുക്ക് അവധി നിശ്ചയിച്ചു തന്നതും അള്ളാഹുവാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ അവധിയിൽ ബർക്കത്ത് വേണ്ടേ? നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് ഈ ദുനിയാവിനെ മാത്രം കെട്ടിപ്പിടിച്ച് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ?
അതുകൊണ്ട് സാധാരണ എല്ലാവരും ശ്രദ്ധിക്കുക, നമസ്കാരം ശ്രദ്ധിക്കുക, അതുപോലെ ഖുർആനുമായുള്ള ബന്ധം, ഇത് രണ്ടും എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അവിടെയാണ് സത്യത്തിൽ നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. എല്ലാവരും അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ നോമ്പ് കഴിഞ്ഞു, പക്ഷേ നമുക്ക് ശവ്വാൽ 6 നോമ്പുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ട. എല്ലാവരും മനസ്സിലാക്കണം അത്. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കുക. നോക്കൂ, നമസ്കാരങ്ങളിൽ, ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും വലിയ നമസ്കാരമാണ് നമ്മൾ രാത്രി നിസ്കരിച്ച്. അത് നമുക്ക് തന്നെ ബോധ്യമായല്ലോ അല്ലേ? നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താണ് ഖിയാമുൽ ലൈൽ പങ്കെടുത്തത്, എത്ര നേരം ഉറക്കൊഴിച്ചിട്ട്, എത്ര സമയം നിന്നിട്ടാ, നമുക്ക് തന്നെ ബോധ്യമായല്ലോ അല്ലേ? ഈ ഖിയാമുൽ ലൈൽ വെച്ചിട്ട് നമ്മളെ ഒന്ന് പരിശോധിക്കണം. ഈ റമദാനിന് ശേഷം നമ്മൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, മൻ ഖാമ ബി 10 ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. മൻ ഖാമ ബി 10 ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. വമൻ ഖാമ ബി 100 ആയത്തിൻ കുതിബ മിനൽ ഖാനിതീൻ. വമൻ ഖാമ ബി 1000 ആയത്തിൻ കുതിബ മിനൽ മുഖന്തരീൻ. 3 ആളുകളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ഗാഫിൽ എന്ന് പറഞ്ഞ ആളാണ്, ഗഫ്ലത്തുള്ള ആള്. ഒന്നാമത്തെ വാക്കെന്താ അറിയോ? മൻ ഖാമ ബി 10 ആയാത്തിൻ, രാത്രി 10 ആയത്ത് പാരായണം ചെയ്ത് ഒരാൾ നമസ്കരിച്ചാൽ, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അവൻ ഒരിക്കലും ഗാഫിലീങ്ങളിൽ പെടുകയില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആകെ ഭയപ്പെടുന്നതല്ലേ ഗഫ്ലത്ത്? എല്ലാവർക്കും ഭയല്ലേ? ഞാൻ അശ്രദ്ധമായി പോകുമോ, എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല വഴി ഒരു 10 ആയത്ത്, ചെറുതായിക്കോട്ടെ, നിങ്ങൾക്ക് ഏതാണോ ഓതാൻ പറ്റിയ 10 ആയത്ത് ഓതിയിട്ട് രാത്രി നിസ്കരിക്കാം. എന്നാൽ ഗാഫിലീങ്ങളിൽ പെടൂല. ഗാഫില് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ പദം ഖാനിത്ത് എന്നാണ്. ഖുർആനിൽ ധാരാളങ്ങൾ ഓതുമ്പോൾ കണ്ടിട്ടുണ്ടാവും, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നൊക്കെ. ഖാനിത്ത് എന്താ നബി പറഞ്ഞത്? മൻ ഖാമ ബി 100 ആയത്തിൻ കുതിബ മിനൽ ഖാനിതീൻ. 100 ആയത്ത് പാരായണം ചെയ്ത് ഒരാൾ നമസ്കരിച്ചാൽ അവൻ ഖാനിത്തുകളുടെ കൂട്ടത്തിലാണ് അവനെ രേഖപ്പെടുത്തുക. ഖാനിത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഖുനൂത്തുള്ളവർ, ഖാനിത്തുകൾ. വല്ലാത്ത അള്ളാഹുവിനോടുള്ള ബന്ധമാണത്, തഖ്വയിലൂടെ ഉണ്ടായിത്തീർന്ന ബന്ധമാണ്. നമുക്ക് 100 ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. സൂറത്തുൽ ഫാത്തിഹ തന്നെ 7 എണ്ണം ഉണ്ടല്ലോ, 7 ആയത്തില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ തന്നെ 7 ആയത്തുണ്ട്. നിങ്ങൾ 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 3 7 21 സൂറത്തുൽ ഫാത്തിഹ തന്നെ ആയില്ലേ? പിന്നെ ബാക്കി നമ്മൾ എണ്ണിയുണ്ടാവും. പണ്ഡിതന്മാരെ പറഞ്ഞത് സൂറത്തുൽ വാഖിയ തന്നെ മതി എന്നാണ്. സൂറത്തുൽ വാഖിയയും നിങ്ങളുടെ ഈ ഫാത്തിഹയും കൂടി ആയാൽ അതായി. ഭയങ്കര 100 ആയത്ത്. ഈ 100 എന്നൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ നമ്മൾ പെടുക ഖാനിത്തുകളിലാണ് എന്നോർക്കണം. പിന്നെ നബി 3-ാമതായി പരിചയപ്പെടുത്തിയ ഒരു പദം മുഖന്തിർ എന്നാണ്. മുഖന്തിർ എന്ന് വെച്ചാൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുന്നവൻ. അതാണ് കന്തറത്ത് എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസമുള്ള ഒരു പദ. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഖന്തിറാകണം നാം. എന്ത് ചെയ്യണം? വമൻ ഖാമ ബി 1000 ആയത്തിൻ കുതിബ മിനൽ മുഖന്തിരീൻ. 1000 ആയത്തോതി ഒരാൾ നമസ്കരിച്ചാൽ അവനെ മുഖന്തരീങ്ങളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടും. 1000 കേട്ടപ്പം അല്ലാതെ ബേജാറാകണ്ടല്ലേ? 1000 ആയത്ത് അത് വിശദീകരിക്കുന്ന മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി. നിങ്ങൾ ജുസ്ഉ തബാറക്കയും ജുസ്ഉ അമ്മയും കൂടിയ 1000 ആയത്ത്. എല്ലാ ദിവസവും നമുക്ക് 10 എന്ന് തീരുമാനിക്കാമല്ലോ. എന്നാലും നമ്മൾ ഗാഫിലീങ്ങളിൽ പെടാതെ രക്ഷപ്പെടുമല്ലോ. ഇടയ്ക്ക് 100, അപ്പോൾ നമ്മൾ ഖാനിതീങ്ങളിൽ പെടുമല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടാവൂലേ? എപ്പോഴെങ്കിലുമൊക്കെ 1000 നമ്മൾ ആലോചിച്ചു. നിങ്ങൾ പറയരുത്, എക്സ്ക്യൂസ് പറയരുത്, എനിക്ക് ഖുർആൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഓതാൻ അറിയില്ല, ഹിഫ്ള്, ഇതൊന്നും ഇതിൽ വിഷയമല്ല.
നിങ്ങൾ ആവർത്തിച്ച് ഒരായി തന്നെ പാരായണം ചെയ്തോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഇനി ഹിഫ്ളല്ലാത്തവൻ ഇതൊന്ന് മുസാഹിഫ് നോക്കി ഓദിക്കോ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതുമാകാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നമ്മൾ എவ்விധമാണ് നമ്മളെ പരിവർത്തിപ്പിക്കേണ്ടത്, എவ்விധമാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. 3 പദങ്ങൾ നിങ്ങൾ പരിചയപ്പെടുക. ഒന്ന് ഗാഫിലാണ്, അതിൽ നമ്മൾ പെട്ടുപോകരുത്. പെട്ടുപോകാതിരിക്കാൻ 10 ആയത്തോതി നമസ്കരിക്കാൻ കഴിയണം. രണ്ടാമത്തേത് ഖാനിത്താണ്, ഖാനിത്യങ്ങളിൽ നമ്മൾ പെടാൻ ആഗ്രഹിക്കണം, കൊതിക്കണം. 100 ആയത്തോതി നിസ്കരിച്ചാൽ മതി. മൂന്നാമത്തേത് മുഖന്തിറാണ്, പറ്റുമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ആയുസ്സിൽ. റമദാൻ 1 മാസമല്ലേ ഉള്ളൂ, പിന്നെ 11 മാസം ബാക്കിയാണ്. നമ്മൾ വിട്ടുപോകരുത് നമ്മുടെ ബന്ധങ്ങൾ എന്നർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞതൊക്കെ സത്യത്തിൽ ഒരു വലിയ വിഷയമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് എത്തണം ഈ പറഞ്ഞ ഓരോന്നും, ഓരോ സംഗതികളും. ഞാനൊരൊറ്റ അക്ഷരം പോലും, എനിക്ക് തോന്നുന്നത് ഒരക്ഷരം പോലും എൻ്റെതായി ഞാൻ പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും എൻ്റെതായി പറഞ്ഞിട്ടില്ല. ഒക്കെ റസൂലുള്ളാഹി പറഞ്ഞത്, സഹാബത്ത് പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളേ ഉള്ളൂ. ഉണ്ടായാൽ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് യഖീൻ എത്തുന്നത് വരെ ഈ രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കണം. അതിന് നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ക്ലാസ്സുകൾ, ഇതൊക്കെ നമുക്ക് സഹായകമാകണം. അതാണ്, അങ്ങനത്തെ കൂട്ടുകെട്ടും ക്ലാസ്സുകളും കുടുംബവും ഒക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. അള്ളാഹു സൗഭാഗ്യം നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് റമളാനുകളിൽ ഇനിയും ഒരുമിച്ച് കൂടാനും ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരാകാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിൽ നേടിയെടുത്തിട്ടുള്ള ഇസ്തിഖാമത്ത് ജീവിതത്തിൽ അന്ത്യം വരെ നിലനിർത്താനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെയും മുസ്ലിം രാജ്യങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ. സമാധാനവും സന്തോഷവുമൊക്കെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സമൂഹത്തിലും റബ്ബെ നീ നിലനിർത്തണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.